കാര്യങ്ങൾ പഠിക്കാൻ ചിലവഴിക്കുന്ന സമയം ഒരിക്കലും പാഴായി പോകുന്നില്ല. അശ്വമേധവും അത് തന്നെയാണ് ചെയ്യുന്നത്. പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇത് യൂണി ടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ സുപ്ര പസഫിക് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഭീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ജൂറി മിസ്റ്റർ ജോ ആന്റണി. നമസ്കാരം സർ. താങ്ക് യു. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് അശ്വമേധത്തിന്റെ സാരഥി, പടനായകൻ. വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ദ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ്. ഉയരും ഞാൻ നാടാകെ പടരും, ഒരു പുത്തൻ ഉയിർ നാടിനേകിക്കൊണ്ടുയരും വീണ്ടും. ഭാസ്കരൻ മാഷ് ഐക്യ കേരള ഗാഥ എഴുതിയപ്പോൾ ഇങ്ങനെ കുറിച്ചു. ഭാസ്കരൻ മാഷിനെ CP രാമസ്വാമി അയ്യർ അക്കാലത്ത് മദിരാശിയിലേക്ക് നാടുകടത്തി. പിന്നീട് ഏകാധിപത്യത്തിൻ്റെ ആൾരൂപമായ CP രാമസ്വാമി നായ്ക്കരുടെ നാസിക ഛേദിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയക്കുവാനുള്ള കരുത്തു കാണിച്ച ഒരു പുരാതന ചേതന ഇന്നുമുണ്ട് കേരളത്തിന്. സ്വാഗതം. യൂണി ടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ സുപ്ര പസഫിക് ആൻഡ് ഭീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് അതിസാധാരണമായ ജനസമൂഹത്തിനോടൊപ്പം അവരുടെ മിടിപ്പുകൾ തൊട്ടറിഞ്ഞ് സഞ്ചരിച്ച ഒരു മനുഷ്യനാണ്. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും പൊതുപ്രവർത്തനത്തിൻ്റെ വഴികളിലും ആശയ നിബദ്ധമായ ജീവിതത്തിലും മുന്നോട്ട് പൊരുതുന്നതിനിടയിലും അക്ഷരങ്ങളെയും പുസ്തകങ്ങളെയും കൈവിടാതെ കാത്തുസൂക്ഷിച്ച കേരളത്തിലെ എണ്ണം പറഞ്ഞ മികച്ച വായനക്കാരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. അത്യധികം സൂചനകളുടെ വലിച്ചുനീട്ടലില്ലാതെ മധ്യകേരളത്തിൻ്റെ പ്രിയപ്പെട്ട മനുഷ്യർക്കെല്ലാം എവിടെ അദ്ദേഹം എന്ന കാത്തിരിപ്പുള്ള കണ്ണുകൾക്കുത്തരമായി ഈ വേദിയിലേക്ക് എത്തുന്നു കേരളത്തിൻ്റെ ആദരണീയനായ ജനനേതാവ്, ബഹുമാനപ്പെട്ട ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ. സർ പ്ലീസ്. അശ്വമേധത്തിലേക്ക് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് അങ്ങ് വരുന്നത്. ആദ്യമായിട്ടാണ്. 2001 ജൂൺ 25 സഖാവ് VK നായനാരായിരുന്നു ആദ്യമായി അശ്വമേധത്തിൽ മത്സരിച്ചത്. പല സീസണുകൾക്ക് ശേഷം ഇപ്പോൾ 8-9 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് അശ്വമേധം വീണ്ടും ആരംഭിക്കുന്നത്. അങ്ങ് പണ്ട് അശ്വമേധം കണ്ടിട്ടുണ്ടായിരുന്നോ? കാണുന്ന ആളെ. ഈ താങ്കളെ കാണുമ്പോൾ ആദ്യം ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ചോദ്യമുണ്ട്. എവിടെയെങ്കിലും ഒരു അപകടമുണ്ടായാൽ ഫയർഫോഴ്സ് അറിയുന്നത് രണ്ടാമതും ശ്രീ VN വാസവൻ അറിയുന്നത് ആദ്യവുമാണ് എന്നൊരു ചൊല്ലുണ്ട്. സാധാരണഗതിയിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ടു നിൽക്കുന്നവർ ചിലർ ആദ്യം എന്നെ വിളിക്കാറുണ്ട്. അതിനവർ പറയുന്ന കാരണം എന്നെ അറിയിച്ചാൽ 3 കൂട്ടരെത്തും. ഞാനെത്തും, ഫയർഫോഴ്സ് എത്തും, പോലീസ് എത്തും. അങ്ങനെ പല സംഘടനകളും ഉണ്ടായിട്ടുണ്ട്. പലരങ്ങനെ ഓടി. കോട്ടയം SP ഒരിക്കൽ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ഇവർ അറിഞ്ഞത്? ചങ്ങനാശ്ശേരിയിൽ ഇപ്പുറത്ത് കുറിച്ചിലൊരു തടിലോറി മറിഞ്ഞിട്ട് കുറേ ആളുകൾ അടിയിപ്പോയി. കണ്ടു നിന്ന ഒരാൾ ആദ്യം എന്നെ വിളിക്കുന്നത്. ഞാൻ പോകുന്ന വഴിക്ക് SP യും കളക്ടറും രണ്ടുപേരും അറിഞ്ഞില്ല. ഞാനവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ SP യോട് ചോദിച്ചു, ചെവിയിൽ എങ്ങനെയാണ് ഇത് അറിഞ്ഞത്? ഞാൻ കണ്ടു നിന്നിരുന്ന ആൾ വിളിച്ചു. അങ്ങനെയാണ് ആദ്യം. അതുപോലെ ഐങ്കൊമ്പിൽ ഒരു ബസ് ദുരന്തം ഉണ്ടായി, 16 പേര് കത്തിക്കരിഞ്ഞൊരു സംഭവം. അവിടെ കണ്ടു നിന്നിരുന്ന ആൾ ആദ്യം എന്നെ വിളിക്കുന്നത്. ഞാനന്ന് CM നായനാർ സാഹായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു. അവിടുന്ന് വിളിച്ചു കോട്ടയത്തെ കളക്ടറോടും കോട്ടയത്തെ SP യോടും ചോദിച്ചു, നിങ്ങളൊക്കെ എന്തെടുക്കുകയായിരുന്നു? ആദ്യം ഇനിയാൾ വിളിക്കേണ്ടി വന്നു. അവസാനം അവരെയും കൂട്ടി ഞാനാണ് ഒന്നിച്ച് ആദ്യം അവിടെ എത്തുന്ന ഐങ്കൊമ്പ് ബസ് ദുരന്തത്തിൽ. ഇങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഞാനിതിൻ്റെ മറുവശമാണ് ആലോചിച്ചത്. ഒരുപക്ഷെ പ്രേക്ഷകരോട് സത്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നതും ഇതിൻ്റെ മറ്റൊരു വശമാണ്. കണ്ടു നിന്നവർ ആദ്യം അദ്ദേഹത്തെ വിളിച്ചു. പോലീസും ഫയർഫോഴ്സും എത്തുന്നതിന് മുൻപ് അദ്ദേഹം അവിടെ ഓടിയെത്തി. അതതിൻ്റെ ഈ റിസൾട്ടാണ്, ഫാക്റ്റാണ്. പക്ഷെ കണ്ടു നിൽക്കുന്നവർക്ക് ആർക്കും, ഏതു മനുഷ്യനും ആദ്യം ബന്ധപ്പെടാൻ പാകത്തിലുള്ള ജനകീയ സഹകരണവും അടിത്തറയും ജനങ്ങൾക്കുണ്ട്.
ഏതൊരു മനുഷ്യനും ഏത് നേരത്തും എനിക്ക് വിളിക്കാം ഇപ്പോൾ തന്നെ ശ്രീ VN വാസവനെ എന്ന ഉറപ്പ് അതിന് പിറകിലുള്ളത് കൊണ്ടല്ലേ അവരങ്ങേ ആദ്യം വിളിക്കുന്നത്. സ്വഭാവം ചെല്ലുമെന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ മമ്മൂട്ടി, മലയാളത്തിൻ്റെ മഹാനടൻ, എന്നോട് ചോദിച്ചു, ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പ് സമയത്ത് കാണാനില്ല, നിങ്ങൾ സാധാരണ ഫയർഫോഴ്സ് വരുന്നതിന് മുമ്പേ അപകടങ്ങളിലെത്തുന്ന ആളാണല്ലോ, പിന്നെ എന്തിനാ പ്രചരണം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു അങ്ങോട്ട് ഇതാരോടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡ്യൂസറുടെ വീടൊരിക്കൽ അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽപ്പെട്ടപ്പോൾ ഒരു സൈറൻ കേട്ടു, ഫയർഫോഴ്സ്. ഞാൻ ആ ഓഫീസിൽ വിളിച്ച് ചോദിച്ചു ഇതെങ്ങോട്ടാണ്. അത് ഇന്ന വീട്ടിലേക്കാണ്. അവർ നേരെ വഴി വരുന്നതിന് മുമ്പ് ഒരു കുറുക്കുവഴി എനിക്കറിയാമായിരുന്നു. അവർ അദ്ദേഹത്തോട് പറഞ്ഞാണ് അദ്ദേഹത്തോട്. അപ്പോൾ അങ്ങനെ സാധാരണ ഈ ഫയർഫോഴ്സിൻ്റെ സൈറൻ കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും അവിടെ വിളിച്ച് നോക്കി ഇതെങ്ങോട്ടാണ്. ഒരുപക്ഷെ അവരുടെ കൂടെ എത്തുമല്ലേ ഇതിനു മുമ്പ് എത്തും. വെച്ചാൽ അപകട സാന്നിധ്യത്തിൽ സമയോചിതമായി സന്ദർഭോചിതമായി ഇടപെട്ടാൽ നമുക്ക് നിരവധി ജീവനുകൾ ചില സന്ദർഭത്തിൽ രക്ഷിക്കാൻ കഴിയും. പല രൂപത്തിലുള്ള ദുരന്തങ്ങൾ ഒരുപക്ഷെ അതിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ കഴിയും. അങ്ങനെ പല രൂപത്തിലുള്ള അനുഭവങ്ങൾ, ഒരുപാട് ദുരന്തങ്ങൾ മുഖത്ത് പോയിട്ട് തേക്കടി ദുരന്തം, ശബരിമല സ്റ്റാമ്പേഡ്, പുല്ലുമേട് ദുരന്തം, കുമരകം ബോട്ടപകടം, ചങ്ങനാശ്ശേരി ടീപ്പോറകടം, ഈമ്പ പറഞ്ഞ ഇൻകൊമ്പ് ബസ് ദുരന്തം, ഇപ്പോൾ കൂട്ടിക്കൽ ദുരന്തം, ഏറ്റവും അവസാനം വയനാട്, ഇങ്ങനെ എല്ലാ ദുരന്തമുഖങ്ങളിലും ഞാൻ പോകാറുണ്ട്. സാധാരണ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കഴിയാവുന്ന രൂപത്തിൽ ഒരു എളിയ പൊതുപ്രവർത്തനം എന്ന രൂപത്തിൽ അവിടെയാണ് മനുഷ്യ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന സന്ദർഭങ്ങളിൽ സഹായഹസ്തവുമായി എത്തുമ്പോഴാണ് ഒരു വിശ്വമാനവികത ജനിക്കുന്നത്. അതാണ് പൊതുപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം. കുളിരുമ്പ ഇല്ലാത്ത കുപ്പായം ആർക്കും ആവശ്യമില്ല. ഉണ്ടോ? ഒരു വായനക്കാരൻ എന്ന രീതിയിൽ പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുന്ന ആളാണ് അദ്ദേഹം. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നോവുന്ന മനുഷ്യരുടെ ഹൃദയമിടിപ്പുകൾ അതിനേക്കാളേറെ ആഴത്തിൽ വായിക്കുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ. അതുകൊണ്ടാണല്ലോ ആളുകൾ അങ്ങേ ആദ്യമേ ബന്ധപ്പെടുന്നത്. അശ്വമേധത്തിൻ്റെ ഇപ്പോഴത്തെ ഫോർമാറ്റിലൊരു രസം, ആദ്യ സെഗ്മെൻറ്റിൽ ഗ്രാൻഡ് മാസ്റ്റർ ഇപ്പോൾ അങ്ങാണ്. പക്ഷേ എസ് ഓർ നോയോ അങ്ങനെ കണ്ടുപിടിക്കൽ അത്രയും ആയാസമൊന്നുമില്ല. വളരെ വളരെ പ്രശസ്തനായ ഒരാളിനെക്കുറിച്ച്, എന്നാൽ അത്ര പ്രശസ്തമല്ലാത്ത 5 സൂചനകൾ നൽകും. ആ സൂചനകൾ ദൃശ്യമാകാം. ആ സൂചനകൾക്കൊടുവിലാണ്, ആ സൂചനകൾക്കിടയിൽ എപ്പോഴെങ്കിലും അങ്ങേക്ക് ആളിനെ കണ്ടെത്താൻ കഴിയണം. ആരംഭിക്കാം സാർ. യെസ്. ആദ്യത്തെ സോൺ അങ്ങാണ് ഗ്രാൻഡ് മാസ്റ്റർ. ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദരവോടെ കേരളത്തിൻ്റെ ബഹുമാന്യനായ ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ എന്ന ഈ പൊതുപ്രവർത്തകനോട്, അതിലുപരി ഒരു മികച്ച എണ്ണം പറഞ്ഞ വായനക്കാരനോട്, ആദ്യ മേഖലയിലേക്ക് ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. സർ, താങ്കൾ കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ചുള്ള എൻ്റെ ഒന്നാമത്തെ സൂചന ഇതാണ്. കപ്പൽ, മാജിക്കുകാരൻ, ഒരു ഷെഫ്, പാചകക്കാരൻ. താങ്കൾ കണ്ടെത്തേണ്ട വ്യക്തി ഈ 3 ഇടങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. അതൊരു വല്ലാത്ത ക്ലൂ ആണ്. നമുക്ക് അടുത്തതിലേക്ക് പോയാലോ. 1930 അദ്ദേഹം കപ്പലിൽ ജോലി ചെയ്ത, പാചകക്കാരനായും മജിഷ്യൻ്റെ സഹായിയായും ജോലി ചെയ്ത ആ മനുഷ്യൻ 1930 അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് ഒരുപാട് പേർ മനസ്സിൽ വരാം. എങ്കിലും മൂന്നാമത്തെ സൂചനയിലേക്ക് പോകാം. ഇത് അങ്ങേക്ക് കുറച്ചുകൂടി ആ വ്യക്തിയിലേക്ക് അങ്ങേ അടുപ്പിക്കും, എനിക്ക് തീർച്ച. ഉജ്ജീവനത്തിൽ ഞാൻ പ്രഭയായിരുന്നു. അത് താങ്കൾക്കറിയാം, പക്ഷേ ഇവിടെയോ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? ശരി, നാലാമത്തെ സൂചന. ഫ്രൂട്ട്സ് കഴിക്കാറുണ്ടോ സർ താങ്കൾ? ഈ പഴം അറിയില്ലേ സർ? മാംഗോസ്റ്റിൻ. മാംഗോൻസ്റ്റൻ പഴമാണ്. മാംഗോൻസ്റ്റൻ പഴമാണ്. പഴങ്ങളിലെ റാണിയാണ് മാംഗോൻസ്റ്റൻ. പക്ഷേ മാംഗോൻസ്റ്റൻ പഴം ഉണ്ടാകണമെങ്കിൽ ഒരു നല്ല മാംഗോൻസ്റ്റൻ മരവും ഉണ്ടാകണ്ടേ സർ? യെസ്. എന്തെങ്കിലും ഗസ്? ഓക്കെ, പറഞ്ഞോളൂ സാർ. വൈക്കം മുഹമ്മദ് ബഷീറാണ് മാംഗോസ്റ്റിൻ്റെ. നോക്കാം, നമുക്ക് ആദ്യത്തെ സൂചന എന്തായിരുന്നു എന്ന് നോക്കാം. ഒരു കപ്പൽ ജോലിക്കാരനായ, ഒരു മജിഷ്യൻ്റെ സഹായിയായ, ഒരു പാചകക്കാരനായി ജോലി ചെയ്തിരുന്ന തലയോലപ്പറമ്പുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറാണോ? രണ്ടാമത്തെ സൂചനയിൽ നമ്മൾ 1930 ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് തടവിലാക്കപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർമ്മിച്ചു. ഉജ്ജീവനത്തിൽ പ്രഭ എന്ന പേരിലാണ് അദ്ദേഹം രഹസ്യ രചനകൾ ഉജ്ജീവനം പ്രസിദ്ധീകരണത്തിൽ പഴയകാലത്ത് നടത്തിയിരുന്നത്.
മാംഗോൺസ്റ്റൺ മരച്ചുവട്ടിലിരുന്ന് ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും ഒരേ മനസ്സോടെ നോക്കിക്കണ്ട ബേപ്പൂരിൻ്റെ സുൽത്താൻ, മലയാളത്തിൻ്റെ അക്ഷരകുലപതിയായ വൈക്കം മുഹമ്മദ് ബഷീർ അങ്ങേക്കേറെ പ്രിയപ്പെട്ട ആളാണെന്ന് എനിക്ക് ഉറപ്പ് തന്നെയാണ്. ശരിയായ ഉത്തരമാണ് സർ. ഓക്കെ, താങ്ക് യു. 25,000 രൂപയ്ക്ക് വേണ്ടിയുള്ള അശ്വമേധം മത്സരത്തിന് താങ്കൾ പ്രവേശിക്കുകയാണ്, അർഹരാവുകയാണ്. അനിഷ പ്ലീസ്. അശ്വമേധം അങ്ങ് പണ്ട് കാണുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് കാണുമ്പോൾ ഒരു സ്വകാര്യ ചോദ്യമാണ്, ഈ മത്സരാർത്ഥി മനസ്സിൽ വിചാരിക്കുന്ന പേര് ഞാൻ കണ്ടുപിടിക്കുന്നതാണോ അങ്ങയെ കൂടുതൽ ഇഷ്ടപ്പെടുത്തിയിരുന്നത്, അതോ കണ്ടുപിടിക്കാൻ കഴിയാതിരിക്കുന്നതാണോ? അല്ല, കണ്ടുപിടിക്കുന്നത് തന്നെ. അതൊരു ഇപ്പോഴോ സർ? ഇപ്പോഴും അങ്ങേക്ക് അത് തന്നെയാകും ഇഷ്ടമെന്ന് ഞാൻ കരുതുന്നു. സർ, ശ്രീ ജോ ആൻ്റണി, അദ്ദേഹം അശ്വമേധം മലയാളത്തിന് ശേഷം തമിഴിലും തെലുങ്കിലും ശ്രീലങ്കയിലുമൊക്കെ ഞാൻ അവതരിപ്പിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളിലടക്കം കൈരളിയുടെ തന്നെ വിദേശ പരിപാടികളിലൊക്കെ ഇതിൻ്റെ ജൂറി അംഗമായിരുന്നു. ആഴമുള്ള വായനക്കാരനാണ്, വരുന്ന വായനക്കാരനാണ്. ഒപ്പം അദ്ദേഹം ശ്രീ അഖിലേഷ് യാദവ് നേതൃത്വം കൊടുക്കുന്ന സമാജ്വാദി പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അതിൻ്റെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് പൊതുപ്രവർത്തനത്തിൽ. നമ്മുടെ ഇന്ത്യ മുന്നണിയിലെ ആളാണ്. ഇന്ത്യ മുന്നണിയുടെ ആളാണ് അദ്ദേഹം. മുലായം സിംഗിൻ്റെയും അഖിലേഷിൻ്റെയും ഒക്കെ എന്താ പറയുക, വളരെ ക്ലോസസ്റ്റ് ആളാണ് അദ്ദേഹം. എത്രയോ വർഷം കൂടി, ഇപ്പോൾ എത്ര വർഷമായി കാണുമ്പോൾ 32 വർഷം കൂടുതൽ ഉത്തരേന്ത്യയിലാണ് പ്രഭാഷണം, പ്രസംഗമൊക്കെ. ഓക്കെ, ഉത്തരേന്ത്യയിലൂടെ കേരളം ആക്കാൻ പരിശ്രമിക്കണം അല്ലേ? തീർച്ചയായും. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ജനനായകൻ ശ്രീ വി എൻ വാസവൻ മനസ്സിൽ വിചാരിച്ച പേര് ജൂറി അപ്രൂവ് ചെയ്യുന്നു. യെസ്, അപ്രൂവ്ഡ്. ആരംഭിക്കാം ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക്. യാഗം. സർ, അങ്ങ് വിചാരിച്ച വ്യക്തി പുരുഷൻ? യെസ്. ഇന്ത്യൻ? നോ. ജീവിച്ചിരിപ്പുണ്ടോ സർ? ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? അല്ല. അല്ല. ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? അല്ല. 1950 ശേഷമാണോ സർ മരിച്ചത്? യെസ്. 1980 ശേഷം? യെസ്. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ സർ പ്രധാനം? വരും. രാഷ്ട്രീയമാണോ പ്രധാനം? രാഷ്ട്രീയം പ്രാധാന്യമല്ല. അല്ല. ഒപ്പം രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് മറ്റൊന്നേതോ ഒന്ന് പ്രധാനമുണ്ടോ? ഉണ്ട്. 10 ചോദ്യങ്ങൾ യജ്ഞം. സാഹിത്യമാണോ സർ പ്രധാനം? യെസ്. നോവൽ, ചെറുകഥ എന്നതാണോ പ്രധാനം? അല്ല. അല്ല. അദ്ദേഹത്തിൻ്റെ സാഹിത്യരംഗത്തെ സംഭാവന ആത്മകഥയാണോ? അല്ല. അല്ല. കവിത? യെസ്. സാൽവറ്റോർ അലൻ്റെ അദ്ദേഹത്തിൻ്റെ ആത്മമിത്രമായിരുന്നു സർ? അത് പറയാൻ കഴിയില്ല. പറയാൻ കഴിയില്ല. ലാറ്റിൻ അമേരിക്ക? അല്ല. അല്ല. ഓ, ഞാൻ അലന്തയെക്കുറിച്ച് ചോദിച്ചത് എഴുപതിലേക്ക് എത്താൻ വേണ്ടിയാണ് ചോദിച്ചത്. അല്ല. 16 ചോദ്യങ്ങൾ രാജസൂയം. USA തന്നെയാണോ രാജ്യം? USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നെയാണോ രാജ്യം? അല്ല. അല്ല. എന്നാൽ ലാറ്റിൻ അമേരിക്കയും അല്ല. അല്ല.
കരീബിയൻ ദ്വീപുകൾ, മെക്സിക്കോ, കാനഡ? അല്ല. അല്ല. അർജന്റീന, ബ്രസീൽ, ക്യൂബ, ചിലി, കൊളംബിയ, ഇക്വഡോർ, നിക്കരാഗ്വേ, പെറു ഇതൊന്നുമല്ല. ബൊളീവിയ ലാറ്റിൻ അമേരിക്കൻ പ്രോവിൻസ് അല്ല. എന്നാൽ USA അല്ല. കാനഡ, മെക്സിക്കോ, കരീബിയൻ ദ്വീപുകളുമല്ല. പക്ഷേ അമേരിക്കൻ കോണ്ടിനെൻ്റ് ആണ് താനും, അല്ലേ? അതാണ് അതിലെ ഒരു രസം. അമേരിക്കൻ കോണ്ടിനെൻ്റ് ഞാൻ പറഞ്ഞില്ല. ഓ അത് ശരി, ഞാൻ യൂറോപ്പേ ചോദിച്ചുള്ളൂ, അമേരിക്ക ഞാൻ ചോദിച്ചില്ലേ? അമേരിക്കൻ കോണ്ടിനെൻസ് ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചില്ല. ഓ കമോൺ, ഞാനപ്പോൾ മുൻധാരണയിൽ അങ്ങനെ എത്തിയതാണ്. കുറേ ചോദ്യങ്ങൾ വേസ്റ്റ് ആയല്ലോ. 80 ശേഷം മരിച്ചു. 19 ആഫ്രിക്കൻ കോണ്ടിനെന്റ്. യെസ്. വെറുതെ 5-6 ചോദ്യങ്ങൾ കളഞ്ഞല്ലേ അമേരിക്ക എന്നുള്ള മുൻധാരണയിൽ. നേരെ മനസ്സിൽ ലാറ്റിൻ അമേരിക്കയിലേക്ക് അനാവശ്യമായി പോയതാണ്. രാഷ്ട്രീയം എന്ന് തന്നെയാണ് താങ്കൾ പറഞ്ഞത്. സാഹിത്യം അല്ല പ്രധാനം. അല്ല, സാഹിത്യമാണ് പ്രധാനം. രണ്ടുമുണ്ട്. നോക്കാം. 20 അദ്ദേഹം എസ്റ്റാബ്ലിഷ്മെന്റിനാൽ, നിലനിന്നിരുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനാൽ കൊല്ലപ്പെട്ടതാണോ? യെസ്. അതായത് ഒരു മർഡർ അല്ല, ഈ വ്യക്തികൾ വെടിവെച്ച് കൊല്ലുന്നതല്ല, മറിച്ച് എസ്റ്റാബ്ലിഷ്മെന്റിനാൽ കൊല്ലപ്പെട്ടതാണ്. 80 ശേഷമാണ് മരണം എന്നാണ് അങ്ങ് പറഞ്ഞത്, അല്ലേ? അതെ. ഒരു ചോദ്യം, ഒരു ഉത്തരം. ഒരൊറ്റ ചിന്ത മാത്രമേ. ഇനിയിപ്പോൾ രാജ്യം കണ്ടുപിടിക്കാനില്ലല്ലോ, രാജ്യം കുറേ കിടക്കുകയല്ലേ. ഘാന മുതൽ കെനിയ മുതൽ ഇങ്ങനെ കിടക്കുകയല്ലേ. ജോമോ കെനിയാട്ടയും കോമി എൻകൂമയും മുതലുള്ള ആളുകളെല്ലാം കിടക്കുന്നു. പക്ഷേ സാഹിത്യം തന്നെയാണ് പ്രധാനമെന്നങ്ങ് പറഞ്ഞതുകൊണ്ട് ഒരു വൈഡ് ഗസ്സിലേക്ക് പോകാം. സ്വാതന്ത്ര്യം തന്നെയാണ് അമൃതമെന്ന് വിശ്വസിച്ചപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ അന്നത്തെ പ്രിട്ടോറിയ ഭരണകൂടം പോരാട്ടത്തിനൊടുവിൽ കഴുമരത്തിലേറ്റി കൊന്ന ഒരു ധീരനായ രക്തസാക്ഷിയാണോ മനസ്സിൽ? ബെഞ്ചമിൻ മൊളോയ്സ്. കറുത്തവരുടെ കരിങ്കുയിൽ എന്നറിയപ്പെട്ട കവി ബെഞ്ചമിൻ മൊളോയ്സ് പോരാട്ടത്തിന്റെ കവിയാണ് സർ. 1885 ഒക്ടോബർ 18 വർണ്ണവർഗീയൻ ഭരണകൂടം തൂക്കിലേറ്റി. ഞാൻ നെരൂദയിലേക്ക് പോകാനുള്ള പ്രധാന ഒരു കാരണം കൂടിയുണ്ട് സാർ. ഈ നെരൂദയുടേത് കമ്പ്യൂട്ടറിൽ ഗൂഗിളിലൊക്കെ നോക്കിയാൽ നോർമൽ ഡെത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ സാൽവഡോർ അലൻഡെയുടെ പുരോഗമന ഭരണകൂടത്തിനെ പിനോഷെ അട്ടിമറിച്ച് കഴിഞ്ഞതിന് ശേഷം നെരൂദയുടെ മരണം തുടർനാളുകളിൽ സംഭവിക്കുമ്പോൾ രണ്ടും, നെരൂദയുടെയും അലൻഡെയുടെയും മരണം പോയിസൺ ഡെത്താണ് എന്ന് പിന്നീട് രേഖകളുണ്ട്. അവർ സമ്മതിക്കില്ല, പക്ഷെ ചരിത്രം പറയുന്നു. അട്ടിമറിയാണ്. സ്കാർമേത്തയുടെ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് സാർ, നെരൂദയുടെ ജീവിതത്തെക്കുറിച്ചുള്ള നോവലാണ്. ഞാൻ അതുകൊണ്ട് ഈ മനഃപൂർവ്വം ഈ വേദിയിൽ ആ മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ അങ്ങ് നെരൂദയെ തിരഞ്ഞെടുത്തു എന്നുള്ള മുൻധാരണയായിരുന്നു. ബെഞ്ചമിൻ മൊളോയ്സ്, ദക്ഷിണാഫ്രിക്കൻ കവി, വർണ്ണവിവേചന വിരുദ്ധ പ്രവർത്തകൻ. വർണ്ണവിവേചനത്തിനെതിരായി പ്രവർത്തിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായ കുറ്റാരോപണങ്ങൾ ഉണ്ടായി. ഒരു ദക്ഷിണാഫ്രിക്കൻ സുരക്ഷാ പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് ജയിലിലടയ്ക്കപ്പെട്ടു. മരണം വരെയും തന്റെ നിരപരാധിത്വം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചുവെങ്കിലും ദയാഹർജിക്കായുള്ള അന്താരാഷ്ട്ര അപേക്ഷകൾ ഉണ്ടായിരുന്നിട്ടും 1985 ഒക്ടോബർ 18 തൂക്കിലേറ്റപ്പെട്ടു. അദ്ദേഹത്തിന്റെ വധശിക്ഷ ലോകവ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കുകയും വർണ്ണവിവേചന വിരുദ്ധ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു. വർണ്ണവിവേചനത്തിന് െതിരായ പോരാട്ടത്തിലെ രക്തസാക്ഷിയായി മൊളോയ്സ് ഓർമ്മിക്കപ്പെടുന്നു. പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു അമ്പരപ്പാവും. അങ്ങ് ഇപ്പം ചിരിക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. വല്ലാത്ത ടെമ്പറമെൻ്റൽ ചേഞ്ചുള്ള, കൊടുങ്കാറ്റ് പോലെ പെരുമാറുകയും ഒക്കെ ചെയ്യുമെന്ന് ഞാൻ കേട്ട് എൻ്റെ കുട്ടിക്കാലത്ത് ജ്യേഷ്ഠ കവികളും മുതിർന്ന ആളുകളും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ കൂടെ തന്നെ വളരെ സജീവം, അദ്ദേഹത്തിൻ്റെ നിഴലും നിലാവുമായി അങ്ങുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട്, ശ്രീ പൊൻകുന്നം വർക്കി. ആ അനുഭവം എന്ന് പറയാമോ സാർ? ഞാൻ അദ്ദേഹത്തെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹം എഴുതി തുടങ്ങിയത് തിരുമുൽ കാഴ്ചയാണ്, ഗദ്യകവിത.
മഹാകവി ഉള്ളൂരാണ് അതിന് മുഖവര എഴുതിയിരുന്നത്. അതിനുശേഷം പിന്നീട് ചെറുകഥകളിലേക്ക് അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ 200-ൽ പരം കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഏത് കഥയെടുത്താലും അതെല്ലാം ചെന്നെത്തി നിൽക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പ്രധാനമായും സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് എല്ലാ തരത്തിലുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിനോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമരമുഖമാണ്. ആ സമരമുഖത്തിൽ എപ്പോഴും നിശ്ചയദാർഢ്യത്തോടെ നിർഭയനായി, അങ്ങനെ അറിയപ്പെട്ടിരുന്നത് ഒറ്റയാൻ, മലയാള സാഹിത്യത്തിലെ ഒറ്റയാനെന്നും നിർഭയനായി മുന്നോട്ട് പോകുന്ന വലിയ രൂപത്തിലുള്ള ധിക്കാരി എന്നൊക്കെയാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. അത് അദ്ദേഹം പറയുമ്പോൾ അതിലൊരു സങ്കോചം കൂടാതെ ശിരസാ വഹിക്കുക. ഞാനൊരു ചോദ്യം ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ ഈ വൈദികന്മാരെയൊക്കെ ഇങ്ങനെ അന്തോണി നീ അച്ഛനായോടാണുള്ള കഥയിലും ഫാദർ പാളയംകോടനിലും ഒക്കെ ഇങ്ങനെ ആക്രമിക്കണം. അപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ചു ചോദിച്ച ഒരു ചോദ്യം, വാസ്തവൻ മദ്രാസിൽ പോയിട്ട് വന്ന് അവിടുത്തെ സുവിശേഷം പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലാവും. അതേസമയത്ത് സ്വർഗത്തിൽ പോകാത്ത അച്ഛൻ സ്വർഗത്തെക്കുറിച്ച് വിശേഷിച്ചാൽ അതെനിക്ക് മനസ്സിലാവുകയില്ല. ആ സ്വർഗം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, മറിച്ച് ഭൂമിയിലാണ് സ്വർഗവും നരകവും എല്ലാം. ഞാൻ വിശ്വാസിയാണ്, പുള്ളി വിശ്വാസിയായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ വൈദികരെയും എതിർക്കുന്നില്ല. അതിന് ഒന്നാന്തര ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ അൾത്താര നാടകം. ഫാദർ മാന്തോപ്പിൽ നന്മയുടെ പ്രതീകമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. മറ്റേ എല്ലാം അദ്ദേഹം പറയുന്ന യാഥാസ്ഥിക പിന്തിരിപ്പൻ താല്പര്യങ്ങൾ കേന്ദ്രീകരിക്കുന്ന ഭീവത്സമായ രൂപങ്ങൾ ചില ആളുകളുണ്ട്. അത് തുറന്നു കാണിക്കുകയും നന്മയെ തിരുത്തി കൊണ്ടുവരികയാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഫാദർ മാന്തോപ്പിൽ ഞാൻ എഴുതി നന്മയുടെ പ്രതീകമായ ഒരു വൈദികനെ അവതരിപ്പിക്കുന്ന അൾത്താരയിൽ ധാരാളം കാളിദാസ കലാകേന്ദ്ര നാടകം എത്രയോ ഓടി കേരളത്തിൽ. അപ്പോൾ അദ്ദേഹം അന്ധമായിട്ടല്ല അത്തരം എതിർത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നെ ദീർഘവീക്ഷണത്തോടുകൂടിയ ചില സമീപനങ്ങളുണ്ട്. ഒരുത്തൻ കൂടി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കഥയിൽ 1940-കളിൽ ആനുകാലികങ്ങൾ എഴുതിയ കഥയ്ക്കകത്ത് ഭാവിയിൽ വരാൻ പോകുന്ന ജനസംഖ്യയെക്കുറിച്ചും അതിനെതിരെ പ്രതിരോധം തീർക്കേണ്ട കുടുംബാസൂത്രണത്തെക്കുറിച്ചും കൃത്യമായി പറഞ്ഞു വെക്കുന്ന ഒരു വായനശാലയും സൂസിയുടെ കഥയും പറഞ്ഞ് ഒരുത്തൻ കൂടി എന്ന് പറഞ്ഞ കഥയ്ക്കകത്ത് അദ്ദേഹം എന്നോട് ജീവിച്ചിരിക്കുമ്പോൾ ഒരു അന്ത്യാഭിലാഷം പറഞ്ഞു. അന്ത്യാഭിലാഷം വേറൊന്നും ആയിരുന്നില്ല, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ഭൗതിക ശരീരം എൻ്റെ തുപ്പൽ വീണ ഈ മണ്ണിൽ തന്നെ അടക്കണം. എന്നോട് ഇങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മക്കൾ തീർത്താൽ എന്തെടുക്കും? ഒരു കാര്യം ചെയ്തു, നമുക്കെല്ലാവരും കൂടി ഒരു സായാഹ്നത്തിൽ കൂടെ മക്കളെല്ലാം ഞാൻ വിളിച്ചേക്കാം, വാസ്തവം വന്നാൽ മതി. ഒരു സായാഹ്നത്തിൽ മക്കളെ എല്ലാവരും കൂടി വിളിച്ചു. ഞങ്ങൾ ഈ നവലോകം സാംസ്കാരിക കേന്ദ്രമുണ്ട്, ഞങ്ങളുടെ അംഗങ്ങളെല്ലാം ഉണ്ട്. ചുറ്റും ഇരിക്കുമ്പോൾ സാർ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, എൻ്റെ ഭൗതിക ശരീരം ഈ വീട് മുറ്റത്തായിരിക്കണം. അത് അടക്കം ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ മക്കളെ കൊണ്ട് കഴിയില്ല, വാസവനെ കൊണ്ടത് കഴിയും, വാസവനെ ചുമതലപ്പെടുന്നു. ഞാനൊരു വീഡിയോ തന്നെ എടുപ്പിച്ചിരുന്നു, പള്ളി പ്രശ്നം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് സാറിനോട് ഞാനിത് 2 പത്രങ്ങളെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 8-10 വർഷം കഴിഞ്ഞാൽ സാർ മരിക്കുന്നത്. മരിക്കുമ്പോഴേക്ക് അന്നത്തെ സാധനം ഞാനെടുത്ത് സൂക്ഷിച്ചിരുന്നു. അപ്പോൾ കലാപമുണ്ടായി. സാർ മരിക്കുമ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു മകളും അവിടുത്തെ നടവൻ ജോയിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓടിപ്പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു, കൊണ്ട് കാണിച്ചു. ഡോക്ടർ വന്ന് നോക്കി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം മരണമടഞ്ഞു. ഞാനപ്പോൾ തന്നെ ഈ ബോഡി എടുത്ത് കൊണ്ടുപോയി കരിപ്പാല ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ പേരിൽ. എനിക്കറിയാമായിരുന്നു കലാപം ഉണ്ടാകുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ഒരു ചർച്ചിൽ നിന്ന് ഒരു കുരിശും കുടയൊക്കെ ആയിട്ട് വൈദികർ വന്നു, പ്രാർത്ഥനക്കാർ വന്നു. അവർ പറഞ്ഞ് പള്ളിയിലേക്ക് കൊണ്ടുപോകണം ബോഡി. നേരത്തെ ഒരു കുറിപ്പ് തന്നിട്ടുണ്ട്, തമ്പ് വെച്ചിട്ട്. അപ്പോൾ ബോധമില്ലായിരുന്ന സമയത്ത് ആരോ ചെയ്തൊരു വേലയാണ്. അപ്പോൾ എനിക്ക് നേരത്തെ തന്ന കാര്യം എൻ്റെലും ഉണ്ടല്ലോ. അപ്പോൾ ഞാനവരോട് പറഞ്ഞു, അച്ചോ വെറുതെ വാശി പിടിക്കരുത്. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു അന്ത്യാഭിലാഷം പ്രകടിപ്പിച്ചാൽ അദ്ദേഹത്തോട് താല്പര്യമുള്ളവരുടെ കടമ അന്ത്യാഭിലാഷം നടപ്പാക്കുക എന്നുള്ളതാണ്. ഞാനതുകൊണ്ട് തന്നെ എന്നെ ചുമതലപ്പെടുത്തിയൊരു കാര്യം നടപ്പാക്കാൻ വേണ്ടി നിൽക്കും, വഴക്ക് കൂടരുത്. ഇതൊരു പ്രശ്നമായിരുന്നു. ഒരു ദിവസം രാവിലെ വന്ന് ഇവർ കയറി അകത്ത് കയറി പ്രാർത്ഥനയൊക്കെ തുടങ്ങി. ഞങ്ങളെല്ലാം വെളിയിലും വീട്ടിൻ്റെ. അപ്പം മക്കളെല്ലാം ദൂരെ നിന്ന് വരണം. വൈകിട്ട് 6 മണി ആയപ്പോഴേക്ക് മൂത്ത മകൻ ദയാലും അനിയച്ചനും ഒക്കെ കൂടെ വന്നു. ഇവരെല്ലാം കൂടെ വന്ന് കയറുമ്പോഴേക്ക് അച്ഛനും എല്ലാവരും കൂടി എഴുന്നേറ്റ് പറഞ്ഞു, അത് നമുക്ക് പള്ളിയിൽ കൊണ്ടുപോകണം, ഇതനുസരിച്ച് കാര്യങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. ഉടനെ എടുത്ത വായിലെ മൂത്ത മകൻ പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും അതിനൊരു അധികാരമില്ല, ആകെ ഒരു അധികാരമുള്ള ഒരാൾ വാസവനാണ്, അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, എന്ത് ചെയ്യണം അദ്ദേഹം തീരുമാനിക്കുന്ന പോലെ ചെയ്തോളാൻ പറഞ്ഞു. അച്ഛനും വല്ലാണ്ടായി. രാത്രി 10 മണിയായപ്പോഴേക്ക് പ്രാർത്ഥനയ്ക്ക് വന്നവരെല്ലാം ഇതുമായി തിരിച്ചു പോകേണ്ടി വന്നു. ഞാൻ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടുമുറ്റത്ത് തന്നെ പിന്നെ ചിതയൊരുക്കി അവിടെ സംസ്കാരം നടത്തി. അഴീക്കോട് സാറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 കൂട്ടർ എനിക്ക് ഇതായിട്ട് എഴുതി. ഒരാൾ കലാകൗമുദിയിൽ എഴുതി, ഞാൻ ഹൈജാക്ക് ചെയ്ത ബോഡി അങ്ങനെയാണ് സഭയെ ധിക്കരിച്ച് ചെയ്തതെന്ന്. വേറൊരാൾ ഇത് സഭയോടുള്ളൊരു വെല്ലുവിളിയായിട്ട് നമുക്ക് ഞാൻ എന്നെല്ലാം പറഞ്ഞാൽ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രകടിപ്പിച്ച ഒരു അന്ത്യാഭിലാഷം അവസാനമായിട്ട് നടപ്പാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. അതാണ് ഇത് നടപ്പാക്കിയത്. ഇപ്പോഴും ഞങ്ങൾ എല്ലാ വർഷവും
നവലോകം സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഓർമ്മ ദിവസം കൃത്യമായി ആചരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു സ്മൃതി കൈക്കാശം മുടക്കി ഞങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്തു, ഞങ്ങളെല്ലാം ചേർന്നിട്ട്. ആ എഴുത്തിലും നാക്കിലും വാക്കിലും പ്രവൃത്തിയിലും അന്ത്യഘട്ടത്തിലും കലഹിച്ചു. താൻ പള്ളിയിലേക്കില്ല, ഇവിടെ എന്നെ എം പി പോളിനെ തെമ്മാടിക്കുഴി ഇട്ടുപോലെ എനിക്ക് പോയി കിടക്കാൻ വാറ്റൂർ പള്ളിയിൽ യെസ് എന്ന ആ വാചകം എന്നോട് പറഞ്ഞത്, എനിക്കങ്ങനെ പോയി കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര ധീരമായ നിലപാടായിരുന്നു. ആ നിലപാട് ഒരുപക്ഷെ പുള്ളിയുടെ ഭാര്യ പോയി ഒരിക്കൽ വിഷമകരമായ സാഹചര്യം വന്നപ്പോൾ ചങ്ങനാശ്ശേരി SB കോളേജിൽ മലയാളത്തിൻ്റെ ഹെഡാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ എഴുത്തെല്ലാം നിർത്തി അച്ഛന്മാർക്കെതിരായിട്ടുള്ള എഴുത്തൊക്കെ അവസാനിപ്പിച്ച് ജീവിക്കാൻ തുടങ്ങാമെന്ന്. എടുത്ത വായിലെ അദ്ദേഹം പറഞ്ഞാൽ നിനക്ക് വേറെ ഭർത്താവിനെ കിട്ടും. അതാണ് പുള്ളിയുടെ നിലപാട്. ആ പറഞ്ഞതിനും എഴുതിയതിനും ഒരു മാറ്റം വരുത്താൻ പുള്ളി തയ്യാറല്ല. സംസാരിച്ചു കൊണ്ടിരുന്നാൽ എത്ര നേരവും മുഷിയാതിരിക്കുക എന്നത് സാധാരണഗതിയിൽ സാധ്യമല്ല. പക്ഷേ അങ്ങ് എത്ര നേരം സംസാരിച്ചാലും പ്രേക്ഷകർ അത് കേൾക്കും. കാരണം അത് അനുഭവങ്ങളുടെയും വായനയുടെയും ഓർമ്മയുടെയും മാത്രമല്ല, സംസാരിക്കുന്നത് നാവുകൊണ്ടല്ല ഹൃദയം കൊണ്ടാവണം എന്ന തിരിച്ചറിവങ്ങിക്കുള്ളത്. താങ്ക് യു. പക്ഷേ ഒരു പരാതി പറയാതെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ കഴിയില്ല. അത് അന്ന് പൊൻകുന്നം വർഗീസ് സാറിൻ്റെ കാലത്ത് ചില മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ബോഡി ശ്രീ VN വാസവൻ ഹൈജാക്ക് ചെയ്തു എന്ന് പറഞ്ഞതൊക്കെ അവരുടെ ദുരുപദിഷ്ടമായ താല്പര്യങ്ങൾ കൊണ്ടും ഒക്കെ കൊണ്ടാകാം. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിനെ ഒപ്പം നിർത്തി ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാതെ തരമില്ല. ഹൈജാക്ക് ചെയ്തു ശ്രീ VN വാസവൻ ഈ ദിവസം കൈരളി TVയുടെ എല്ലാ പ്രേക്ഷകരുടെയും ഹൃദയങ്ങളെ. ശുഭരാത്രി. ഓക്കെ. വിശ്വസംസ്കാര വേദിയിൽ പുത്തന അശ്വമേധയാകും. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in. നടനുമാണ്, അപ്പോൾ നടനും ഉപരിയുമാണ്. വീട്ടിന് അദ്ദേഹം ഡൈനീഷ്യ എന്നാണ് പേരിട്ടിരുന്നത്. ഒരു പെർഫോമർ. സിനിമയാണോ മേഖല? യെസ്. യെസ് ചെക്ക്. സിനിമ മാത്രമല്ല മേഖല. യെസ്.